ഉന്നയിച്ചു. 2, കൊടുങ്ങല്ലൂരിലെ ബി.ജെ.പിയുടെ മണ്ഡലം ഭാരവാഹിയെ 2 ദിവസം മുമ്പ് 2000-ന്റെ നോട്ട് മാറുന്നതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം വന്നത് പോലീസ് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് അന്വേഷിക്കുകയാണ്. കള്ളനോട്ടാണെന്ന് പറഞ്ഞ് അവിടെ ബഹളം വന്നു. കൊടുങ്ങല്ലൂരിലെ തന്നെ വേറെയും ബി.ജെ.പിയുടെ നേതാവിന്റെ കയ്യിൽ നിന്നും ഇതുപോലുള്ള കള്ളനോട്ടിന്റെ ഭാഗമായ ഒരു ബഹളം വന്നു. അപ്പൊ ഇതൊക്കെ അന്വേഷിക്കണം. അപ്പൊ ഇത് വരുന്ന സമയത്ത് തൃശൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിന്റെ പലയിടങ്ങളിലും പാർട്ടി പ്രവർത്തനത്തിനും ഗുണ്ടായിസത്തിനും ക്രിമിനലിസത്തിനും വേണ്ടി പണമൊഴുക്കാൻ ഇത്തരത്തിലുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടക്കണം. അത് നടക്കണം എന്ന് പറയുമ്പോൾ ഈ സംസ്ഥാനത്ത് മാത്രമാകില്ല. നേരത്തെ ഡൽഹിയിൽ കണക്ഷനുള്ള ഒരു വിദ്വാനെ കുറിച്ച് പറഞ്ഞല്ലോ. അത് പറഞ്ഞപ്പോൾ എന്റെ സഹോദരി ഇവിടെ പറഞ്ഞത്, നിങ്ങൾ മോഡിയുടെ അടുത്ത് വരൂ, ഞാൻ കൊണ്ടുപോകാം. മോഡിയുടെ അടുത്ത് നിങ്ങൾ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് അത്ര നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മധ്യപ്രദേശ് ഭരിക്കുന്ന സംസ്ഥാനത്ത് കർഷകരെ വെടിവെച്ചു വന്ന പോലീസുകാർക്കെതിരെ അവിടെയുള്ള സഹോദരന്മാരെ കൂട്ടി നിങ്ങൾ ശ്രീ മോഡിയുടെ അടുത്ത് പോകൂ. കേരളത്തിൽ ഇപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ പ്രശ്നം കള്ളനോട്ട് ബി.ജെ.പി വ്യാപകമായി അടിക്കുന്നു, പണം നൽകുന്നു എന്നുള്ള ആരോപണമൊന്നല്ല ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. നിങ്ങൾ അങ്ങനെ ഇതിനെ വളച്ചൊടിക്കണ്ട. നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ പാവപ്പെട്ട പ്രവർത്തകർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ പാവപ്പെട്ട പ്രവർത്തകർ, അത് എല്ലാ പ്രസ്ഥാനത്തിലെയും പാവപ്പെട്ട പ്രവർത്തകർ, ഈ നാട്ടിലെ സാധാരണക്കാർ, അവരെ കബളിപ്പിച്ച പ്രശ്നവുമായി ബന്ധപ്പെട്ട ഇത് ഈ ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല എന്ന് ഞങ്ങൾ പറയാൻ കാരണം ഇത് ഇവിടെ വ്യാപകമായി ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ബി.ജെ.പി നേതാക്കന്മാരുടെ പേരിൽ ഇത്തരം ആരോപണം വന്നിട്ടുണ്ട്. ഇത് ഫേസ്ബുക്കിൽ ബി.ജെ.പി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയുടെ ഉത്തരവാദിത്തപ്പെട്ട ചിലർ ആരോപണം ഉന്നയിച്ചു എന്നുള്ള പ്രശ്നം ഇപ്പൊ ചർച്ചയായി വരുന്നു. അവരുടെ പേരൊന്നും ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ വേണമെങ്കിൽ അത് നാളെ വേണമെങ്കിൽ ഒരു ചർച്ച വെച്ച പേര് വേണം കൊണ്ടുതരാൻ വേണ്ടി ഞാൻ തയ്യാറാവും. ഇവിടെ പറഞ്ഞു വരുന്നത് ഡൽഹി കേന്ദ്രീകരിച്ച് മറ്റ് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് കണക്ഷനുള്ള വ്യക്തിയാണ് ഈ വ്യക്തി എന്ന് വ്യക്തമാണ്. അതുകൂടി അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരണം. കേരളത്തിൽ പണമൊഴുക്കിയും മദ്യമൊഴുക്കിയും വൃത്തികേടുകൾ ചെയ്തും കൊട്ടേഷൻ സംഘങ്ങളെ സംരക്ഷിച്ചും രാഷ്ട്രീയത്തെ മലിനമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ പാർട്ടിയിൽ ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശബ്ദിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഒരു കാര്യം പറയട്ടെ, ഇതൊരു മുസ്ലിം നാമധാരിയാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക? പാകിസ്ഥാൻകാരനാണ്, രാജ്യവിരുദ്ധനാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്, നിങ്ങൾ എന്താ പറയുക? രാജ്യദ്രോഹിയാണ്. ഒരു കോൺഗ്രസ് അനുഭാവിയാണ്, നിങ്ങൾ എന്താ പറയുക? ഇറ്റലിയുമായി ബന്ധമുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയും. ഇതിപ്പോ നിങ്ങളുടെ പ്രവർത്തകനായപ്പോ നിങ്ങൾക്ക് ഒന്നും പറയാനില്ല. അങ്ങാടി തോറ്റ് അമ്മയോട് എന്ന് പറഞ്ഞ എന്റെ നേരെ ചാടിയിട്ട് സഹോദരി ഒരു കാര്യമില്ല. അങ്ങാടിയിൽ ആരും തോറ്റിട്ടില്ല. ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം, ഈ ഒരു വിഷയത്തിൽ ഒരു ബി.ജെ.പിയുടെ പ്രവർത്തകനാണെങ്കിൽ അവൻ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഐഡിയോളജിക്ക് അനുസരിച്ച് നിൽക്കും. അവൻ ബി.ജെ.പിക്കാരനല്ല, പുറത്തു മാത്രമേ അവൻ ബി.ജെ.പി ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണല്ലോ അവൻ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയത്. അവൻ രാജ്യദ്രോഹിയുമാണ്, പാർട്ടി ദ്രോഹിയുമാണ്. ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ മുഴുവൻ കബളിപ്പിച്ചു. ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരെയും കബളിപ്പിച്ച ഒരു പാർട്ടി ദ്രോഹി കൂടിയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ തന്റേടപൂർവ്വം അവനെ പ്രൈമറി മെമ്പർഷിപ്പ് നിന്ന് പോലും മാറ്റി നിർത്തിയിട്ടുള്ളത്. ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ ഞങ്ങൾ എടുക്കേണ്ട തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ അങ്ങ് ഉഗാണ്ടയിൽ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയണ്ട. മധ്യപ്രദേശിലോ ഇന്ത്യയിൽ ഫസ്റ്റ് കേസാണ് ഈ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതലയിലുള്ള ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ഒരു നോട്ട് കേസുമായിട്ട് അറസ്റ്റിലാകുന്നത് ആദ്യത്തെ സംഭവമാണ്. അത് എവിടെ വേണമെങ്കിലും റിയാസ് തെളിയിക്കെ, ഏത് കേസിലാണ് ഞങ്ങളുടെ മറ്റ് തെളിയിക്കെ, റിപ്പോർട്ട് കൊണ്ടുവരണം. ആ എഫ്ഐആർ വേണം. അല്ലല്ല, ആ എഫ്ഐആർ വേണം. ആ എഫ്ഐആർ അരുൺ പേര് ഞാൻ പറഞ്ഞുതരാം. താങ്കൾ പേര് പറയണ്ടെന്നേ. സ്ഥലത്ത് ഞാൻ പോലീസ് സ്റ്റേഷൻ എന്തിനാണ് ശോഭാസുരൻ അത് പേടിക്കുന്നത്? അത് പേടിക്കണ്ട, അത് പേടിക്കണ്ട. അല്ലല്ല, അത് ശരി, അത് ശരി. നമുക്കത് റിയാസിന്റെ അടുത്തും സമയമാകാം. ഞാൻ പറയട്ടെ. അല്ല പറയാൻ സമ്മതിക്കോ? താങ്കൾ മാത്രം പറഞ്ഞാൽ മതിയോ? നിങ്ങളാണല്ലോ പറഞ്ഞൊരു പേര് പറയാം. യുവമോർച്ച സേലം ജില്ലാ സെക്രട്ടറി. നിങ്ങൾ എന്നോട് പറഞ്ഞതാണ് അരുൺ യുവമോർച്ച. യുവമോർച്ച സേലം ജില്ലാ സെക്രട്ടറി 900 പുതിയ 2000 പറയട്ടെ. നിങ്ങളല്ല പേര് എഫ്ഐആർ ഒക്കെ വേണം തരാം. നിങ്ങൾക്ക് കേക്ക് 900 പുതിയ 2000 നോട്ടുകൾ 20 ലക്ഷം കണക്കിൽപ്പെടാത്ത 20 ലക്ഷം കണക്കിൽപ്പെടാത്ത സേലത്തെ യുവമോർച്ചയുടെ ജില്ലാ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, കള്ളനോട്ടടിക്കാർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അവർ പണം ഒഴുക്കുന്നുണ്ടെങ്കിൽ അത് പിടിക്കാനുള്ളോ ഇന്റലിജൻസ്? ഇവിടുത്തെ ഇന്റലിജൻസ് എവിടെ പോയി?
എങ്ങനെയാണ് ഈ കേരളം ഇത്തരം ഒരു സാഹചര്യത്തിലെത്തിയത്? അത് പിണറായി വിജയൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറ. ആഭ്യന്തര വകുപ്പിൽ ഇത്തരത്തിലുള്ള കള്ളന്മാരെയും കൊള്ളക്കാരെയും സംരക്ഷിച്ച് അവർക്കൊക്കെ വീടിനകത്തിരുന്ന് ഇത് അടിക്കാനുള്ള ലൈസൻസ് നികേഷ് ഒരു കാര്യം പറയാനുണ്ട്. പിന്നെ ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ള ആഭ്യന്തര പ്രശ്നം കൊടുങ്ങല്ലൂരിലെ ആഭ്യന്തര പ്രശ്നം എന്തായാലും ബഹുമാനപ്പെട്ട റിയാസിന് അറിയില്ല. അത് അറിയാൻ സാധിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അതെ ഞാനൊന്ന് പറയട്ടെ. ഞാനങ്ങനെ ഇടയിൽ കയറി സഹോദരി ചർച്ചയിൽ പങ്കെടുത്ത് പറയുന്നയാളല്ല. നിങ്ങൾ പറഞ്ഞു വേറെ ഏതെങ്കിലും പേരുണ്ടോ ചോദിച്ചപ്പോൾ അരുൺ സേലം യുവമോർച്ച ജില്ലാ സെക്രട്ടറി ഇത്ര ലക്ഷം രൂപ പിടിക്കൂ, കള്ളനോട്ട് പിടിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞു. രണ്ട്, നിങ്ങൾ ചർച്ചയ്ക്കിടയിൽ എടോ എന്നൊരു പദം ഉപയോഗിച്ചോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് നിങ്ങളുടെ BJPയുടെ സംസ്ഥാന കമ്മിറ്റി യോഗമല്ല അത്തരം പദം നിങ്ങൾ ഉപയോഗിക്കാൻ